അതിൻ്റെ തലപ്പത്തിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടാകണം, 15 വർഷത്തെ പ്രവർത്തന പരിചയം വേണം, എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ CEO ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയുള്ള ആ ഉത്തരവിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വയസ്സിന്റെ കാര്യത്തിലുണ്ട് 45 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം. പക്ഷേ 45 താഴെ വയസ്സ് പ്രായമുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ അനർഹരായവരെ, അത് പ്രത്യേകിച്ച് മന്ത്രിയുടെ ബന്ധുക്കളെ, നേതാക്കന്മാരുടെ മക്കളെ ഒക്കെ തന്നെ തിരികെ കയറ്റുമ്പോഴാണ് വിജിലൻസും മുഖ്യമന്ത്രിയും കൈയും കെട്ട് നോക്കിയിരിക്കുന്നതിനുള്ള ആശങ്ക ഞങ്ങൾക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, വിജിലൻസിന് എന്ത് തടസ്സമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്? ഇപ്പോൾ ശ്രീ വി രാജേഷ് ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ അനുവാദത്തിന് വേണ്ടി വിജിലൻസ് ഡയറക്ടർ കാത്തു നിൽക്കുകയാണെന്നാണ്. വരാം ലിജുവിലേക്ക്. ജേക്കബ് ജോർജ്, അല്ല, എന്തൊക്കെയാണെങ്കിലും വിജിലൻസ് ഡയറക്ടറായിട്ട് ജേക്കബ് തോമസിനെ നിയമിക്കുമ്പോൾ പിണറായി വിജയൻ അറിയാമല്ലോ, ജേക്കബ് തോമസ് അങ്ങനെ ആരും പിടിച്ചാൽ നിൽക്കുന്ന ആളല്ല, ആർക്കും വഴങ്ങുന്ന ആളല്ല ഡോക്ടർ ജേക്കബ് തോമസ്. അതുപോലെ ഒരു ഉദ്യോഗസ്ഥനാണ്, അതുപോലെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് ജേക്കബ് തോമസ് എന്ന് പിണറായി വിജയന് വ്യക്തമായിട്ട് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ വിജിലൻസ് വകുപ്പ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം ആ നിയമനം നടത്തി. അല്ലാതെ ഒരു പട്ടിയെ വീട്ടിൽ നിർത്തുമ്പോൾ അത് ഇന്ന ആൾക്കാരെ മാത്രമേ കടിക്കാവൂ എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജേക്കബ് തോമസ് ഇങ്ങനെയൊക്കെ തിരിയുമെന്നും സ്വന്തം ഗവൺമെൻറ്റിൽ എന്തെങ്കിലും അഴിമതി നടത്തിയാൽ അതിനെതിരെ നീങ്ങാനുള്ള ശേഷി ജേക്കബ് തോമസിനുണ്ടെന്നും കണ്ടുകൊണ്ട് തന്നെയാണ് ജേക്കബ് തോമസിനെ നിയമിച്ചത്. അത് ഇപ്പോൾ വൈകുന്നത് അതൊരു പക്ഷേ സാങ്കേതിക വിഷയം മാത്രമല്ല. ഇന്നലെ അവധിയായിരുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അവധിയല്ലേ? 3 ദിവസം അവധി വരുന്നില്ലേ? അപ്പോൾ അവധി വരട്ടെ. നമുക്ക് പെട്ടെന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്ത് ഉടൻ തന്നെ എടുത്ത് ചാടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണമെന്നൊന്നും പറയുന്നില്ല. മുരളീധരൻ പരാതി കൊടുത്ത് ഉടൻ തന്നെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് വിജിലൻസ്. ഉണ്ട്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ടും താങ്കൾ കരുതുന്നു വി രാജേഷ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ വിജിലൻസ് ഡയറക്ടർ? ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രിയുടെ അനുവാദത്തിന് വേണ്ടി എനിക്ക് എൻ്റെ സാങ്കേതിക വശം അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ അനുവാദത്തിന് വേണ്ടി ഇപ്പം ഇതുവരെയും വിജിലൻസ് നടത്തിയ നടപടികൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ അറിയും എന്നാണ് എൻ്റെ അറിവ്. കാരണം നേരത്തെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ KM മാണിക്കെതിരെ വിജിലൻസ് നടത്തിയ നീക്കങ്ങൾ അത് അദ്ദേഹത്തിന് അറിയാം. രമേശ് ചെന്നിത്തല അറിയും. ആ ഫയലിൻ്റെ ഒരു കോപ്പി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഹോം സെക്രട്ടറിയോ കാണാതിരിക്കത്തില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂ എന്നൊന്നുമില്ല. അത് അറിയാനോ അത് എന്താണെങ്കിലും അതൊക്കെ ഒരു സാങ്കേതിക വിഷയം. ലിജുവിന് എന്താ പറയാനുണ്ട്? ലിജു, എന്താണ് രാജേഷ് പറഞ്ഞതിലെ എന്തെങ്കിലും എതിർവാദങ്ങളാണോ ഉന്നയിക്കാനുള്ളത് ലിജുവിന്? അല്ല, എനിക്ക് മഞ്ജുഷ് പറഞ്ഞതിലെ ഒരു ചെറിയ കാര്യമാണ് പറയാനുള്ളത്. മഞ്ജുഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അഴിമതി നിരോധന വകുപ്പിലെ സെക്ഷൻ 13(1)D മാത്രമാണ് പറഞ്ഞത്, സെക്ഷൻ 15 കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് വസ്തുതാപരമായി തെറ്റാണ്. അത് പ്രധാനപ്പെട്ട കാര്യം, അഴിമതി നിരോധന വകുപ്പിലെ സെക്ഷൻ 15 എന്നാൽ 13D ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനെയാണ് സെക്ഷൻ 15 പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് വകുപ്പാണ്, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് 15 വരുന്നത്. അതാണ് എന്റെ അതാണ് 13D ഭാഗമാണ് 15. അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് വിജിലൻസിന്. ശ്രീ CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, വിജിലൻസ് ഡയറക്ടർ ഇതുവരെ പറഞ്ഞിരുന്നത് മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും അഴിമതിക്കാർക്കെതിരെ ഉണ്ടാകും, ഞാനത് പോക്കറ്റിലിട്ട് നടക്കുന്നുണ്ട് എന്നാണ്. EP ജയരാജന്റെ കാര്യത്തിലും ഇത് പ്രതീക്ഷിക്കാമോ ജേക്കബ് തോമസിൽ നിന്ന്? എന്റെ അഭിപ്രായം ജേക്കബ് തോമസ് അത് ചെയ്യും എന്ന് തന്നെയാണ്. അത് ചെയ്യാതിരുന്നാൽ പിന്നെ ജേക്കബ് തോമസ് അല്ല, ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണ്. ജേക്കബ് തോമസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ചില മാറ്റങ്ങളെങ്കിലും ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യും. അത് ഈ 2-3 ദിവസത്തെ താമസമൊന്നും ഇക്കാര്യത്തിൽ വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുടക്ക് ദിവസങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. നിയമപരമായി മന്ത്രിമാർക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വേണമോ എന്ന നിയമപ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിയമലംഘനം നടന്നിരിക്കുന്നു, ഭരണഘടനാ ലംഘനം നടന്നിരിക്കുന്നു, അതിന് തക്കതായി ശിക്ഷിക്കപ്പെടണം. അതിനും യാതൊരു തർക്കവുമില്ല. ജയരാജന്റെ കാര്യത്തിൽ മറ്റു ചില കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ. ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം നടത്തി കോടതി ശിക്ഷിച്ചാൽ ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ശിക്ഷിക്കാതിരിക്കട്ടെ, രക്ഷപ്പെടട്ടെ. അവിടെയല്ല പ്രശ്നം. ഞാൻ ഭയപ്പെടുന്ന വേറൊരു കാര്യമാണ്, ജേക്കബ് തോമസ് എത്ര ദിവസത്തേക്ക് അവിടെ ഉണ്ടാവും എന്നൊരു ഭയം എനിക്കുണ്ട്. ജേക്കബ് തോമസ് ഇരിക്കുകയാണെങ്കിൽ ചെയ്യും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നാളെ ജേക്കബ് തോമസിനെ കൊണ്ട് കുറച്ച് ശല്യം ഉണ്ടായാൽ, അത് ജേക്കബ് തോമസ് നിയമിച്ചപ്പോൾ തന്നെ ഞങ്ങളെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്,
ജേക്കബ് തോമസ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒരു മനുഷ്യരിൽ ഇത്രയും കൂടുതൽ പ്രതീക്ഷിക്കാമോ എന്ന് വെച്ചാൽ മനുഷ്യരിലല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ജേക്കബ് തോമസിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മഞ്ജുഷെ, ഒരു സംശയവും വേണ്ട. കൃത്യമായി ചില പരാതികൾ പഴയ കേസുകളുടെ പേരിൽ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ അതെല്ലാം തള്ളിപ്പോയ കേസുകളാണ്. എന്തെങ്കിലും ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. അങ്ങനെ വന്നാൽ ജേക്കബ് തോമസിന് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിപ്പിക്കാൻ ഭരണ പ്രതിപക്ഷങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് എന്ന വാർത്തകളാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ മാധ്യമക്കാർക്ക് എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, ഭരണപക്ഷത്ത് നിന്നും സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ സമ്മർദ്ദം ഉണ്ടായിരിക്കാം. പക്ഷേ പ്രതിപക്ഷത്ത് നിന്ന് എന്തിനാണ് സമ്മർദ്ദം? EP ജയരാജനെ രക്ഷിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ പ്രതിപക്ഷം എന്തിന് സമ്മർദ്ദം ചെലുത്തണം? അവിടെയാണ് പ്രശ്നം. EP ജയരാജന്റെ കാര്യത്തിലല്ല പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം. ഇപ്പൊ കെ ബാബു ഉണ്ട്, KM മാണിയുണ്ട്. KM മാണി ഇപ്പം പ്രതിപക്ഷത്തല്ലെങ്കിലും എന്നും അവരുടെ കൂടെ കൂടാവുന്ന ഒരാളാണ്. കെ ബാബുവിനെതിരായ അന്വേഷണം അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ്. കെ ബാബുവിന്റെ വകുപ്പിൽ അദ്ദേഹം ഇരുന്ന തുറമുഖ വകുപ്പിൽ ഇരുന്ന കാലത്ത് ഒരു ഫയലിൽ നിന്നാണ് ഇപ്പൊ പരാതി വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരും. അപ്പൊ രണ്ടുപേർക്കും സ്വീകാര്യമാണ് ജേക്കബ് തോമസിനെ മാറ്റുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്നൊരു ഭയം എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ജയരാജന്റെ കാര്യത്തിൽ FIR വരും. അത് ചാർജ് ഷീറ്റ് വരെ എത്താനുള്ള സാധ്യതയാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ CR നീലകണ്ഠൻ. താങ്കൾ എന്തായാലും പ്രതിപക്ഷത്തിന് നേരെയും ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ശ്രീ ലിജുവിന്റെ അഭിപ്രായത്തിൽ കൂടി. ശ്രീ ലിജു, ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയാണ് പറയുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കും. അവിടെ വിജിലൻസ് ഡയറക്ടർക്ക് സ്ഥാനചലനം ഉണ്ടാകും. അതുവഴി രക്ഷപ്പെടുന്നത് EP ജയരാജനും ഈ സർക്കാരും മാത്രമായിരിക്കില്ല. അവിടെ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തുള്ള ആളുകളും രക്ഷപ്പെടുമെന്ന്. എന്താണെങ്കിലും പ്രതിപക്ഷത്തിന് അത്തരം ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ആവശ്യവുമില്ല. ശ്രീ കെ ബാബുവിനെതിരെ കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്ന സമയം മുതൽ തന്നെ റെയ്ഡുകൾ, ചുവപ്പ് കാർഡ്, മഞ്ഞക്കാർഡ്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു FIR രജിസ്റ്റർ ചെയ്തു. ഞാൻ അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാളിതുവരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു നിൽക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരട്ടെ. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ശ്രീ EP ജയരാജൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ ജേക്കബ് തോമസിനെ മാറ്റാൻ ഇടതുപക്ഷത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചെലവിൽ വേണ്ട. പ്രതിപക്ഷത്തിന് ജേക്കബ് തോമസ് അല്ല ആര് ഇരുന്നാലും അതൊരു പ്രശ്നമല്ല. അഴിമതി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടട്ടെ. ഒരർത്ഥത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും ഞങ്ങളില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് കൊടുത്തത്. ഒരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല. വളരെ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. പിന്നെ ജേക്കബ് തോമസിന് അതിന് ധൈര്യമുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ കേരളത്തിന് കാണാം. കേരളം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടറിൽ നിന്നും നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തുണ്ടാകും അത് നമുക്ക് നോക്കാം. അഡ്വക്കേറ്റ് CP ഉദയഭാനു ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ധാർമ്മികമായി മാത്രമല്ല നിയമപരമായും ഈ ബന്ധു നിയമനത്തിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പല്ലേ? വിജിലൻസിന് എത്രത്തോളം നിയമപരമായി സാധ്യതകളുണ്ട് ഈ കേസ് അന്വേഷിക്കാൻ? ഇപ്പോൾ 2 പരാതികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കഴിഞ്ഞു വിജിലൻസ് ഡയറക്ടറുടെ പക്കൽ. ഇതുകൂടാതെ പല പരാതികളും ഉപപരാതികളുടെ രൂപത്തിൽ പല പരാതികളും വിജിലൻസ് ഡയറക്ടർക്ക് കിട്ടിയിട്ടുണ്ട് നിയമനങ്ങളെക്കുറിച്ച്. എന്തെല്ലാം സാധ്യതകൾ നിയമപരമായി വിജിലൻസിന് മുന്നിലുണ്ട്? മഞ്ജുഷ്, ഇതിലെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് അർഹതയോ യോഗ്യതയോ മതിയായ രീതിയിൽ ഇല്ലാത്ത ഒരാളെ മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായ പദവി ദുരുപയോഗപ്പെടുത്തി നിയമനം നടത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാകുന്നു. ആ നിയമിക്കപ്പെടുന്നയാൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഈ നിലയ്ക്ക് ഉള്ള വകുപ്പിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ അഴിമതി നിരോധന നിയമത്തിന്റെ 13(1)(d)യുടെ അകത്ത് ഇത് വരും. അങ്ങനെയാണെങ്കിൽ അറ്റംപ്റ്റ് അത് ശ്രമിച്ചു എന്ന കുറ്റമാണ് ഇതിൽ സ്ഥാപിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ. കാരണം ഈ നിയമനങ്ങളെല്ലാം റദ്ദാക്കിപ്പോയി. അപ്പോ ഇതിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യം. മതിയായ അർഹതയുണ്ടോ, അതുപോലെ തന്നെ മതിയായ യോഗ്യത ഈ ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് 13(1)(d) അതാണ് പറയുന്നത്. ഈ കാര്യത്തില് നിയമനം റദ്ദായി പോയത് കൊണ്ട് സർക്കാരിന് സാമ്പത്തികമായി നഷ്ടമുണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഈ നിയമനം നടത്തിയ ആൾ കുറ്റക്കാരനല്ല, ഒരു കുറ്റകരമായ സംഗതി അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരുമോ? അതോ സെക്ഷൻ 15 അനുസരിച്ച് അറ്റംപ്റ്റ് ഫോർ ഈ അഴിമതി നടത്തുവാനുള്ള ശ്രമം അതിന്റെ പരിധിയിൽ വരും? അഴിമതി നടത്തുവാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. സാമ്പത്തികമായിട്ട് ലാഭം അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുക, മറ്റയാൾക്ക് നേട്ടം ഉണ്ടാകുക എന്നത് ഈ 13(1)(d)യുടെ ഒരു ലിമ്പ് മാത്രമാണ്, അതിന്റെ ഒരു ഘടകം മാത്രമാണ്. പക്ഷെ അറ്റംപ്റ്റ് നടന്നു എന്ന നിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താം.
പക്ഷെ